ആൽബിയുടെയും സോഫിയുടെയും കുഞ്ഞു സ്വർഗത്തിലെ ഒരു മഞ്ഞിൽ പൊതിഞ്ഞ പുലർക്കാലം. മുല്ലവള്ളി തേന്മാവിൽ പിണഞ്ഞു കയറിയതുപോലെ സോഫിയുടെ വലത് കൈയും വലത് കാലും ആൽബിയുടെ ശരീരത്തിന് മുകളിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്നു. തൻ്റെ ഇടത് നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന തൻ്റെ പാതി ഇടത് കാരം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് ആൽബയും. പുലരി മഞ്ഞിന്റെ തണുപ്പിൽ ചൂളിക്കൂടിയാണ് അവൾ കിടക്കുന്നത്. ഒരു വശത്തേക്ക് തല ചേരിച്ചു വെച്ചാണ് ആൽബി കിടക്കുന്നത്. ഫോണിൽ അലാം സെറ്റ് ചെയ്ത് ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ സോഫി കണ്ണുകൾ തുറക്കാതെ തന്നെ ഫോണിനായി പരതി. അലാം ഓഫ് ചെയ്ത് ഒന്നുകൂടി ആൽബിയെ ചുറ്റി പിടിച്ച് കിടന്നു. അത് പതിവുള്ളതാണ്. എഴുന്നേൽക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് അലാം സെറ്റ് ചെയ്യും. ഉണർന്ന് കിടന്ന് 10 മിനിറ്റ് ആൽബിയെ ചുംബിച്ചുണർത്താനുള്ളതാണ്. അവളെ മൃദു ചുംബനം ഏറ്റുകൊണ്ട് കണ്ണുകൾ തുറന്നു ആൽബി. നിന്റെ പിണക്കം മാറിയോ? അവളെ നെറ്റിയിൽ അതിരം അമർത്തിക്കൊണ്ട് ചോദിച്ചു അവൻ. ആൽബി ചോദിച്ചപ്പോഴാണ് താൻ രാത്രി കിടക്കുമ്പോൾ പിണങ്ങിയാണ് കിടന്നത് എന്ന് ഓർമ്മ വന്നത് അവൾക്ക്. പെട്ടെന്ന് തന്നെ അവനെ ചുറ്റിപ്പിടിച്ച കൈകൾ പിൻവലിച്ച നേരെ കിടന്നു അവൾ. അത് ശരി, ചോദിച്ചപ്പോഴാണ് അത് ഓർമ്മ വന്നത് അല്ലേ? അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ഇടത് കൈയിലെ തല ഉയർത്തി ചെരിഞ്ഞു കിടന്നുകൊണ്ട് കുസൃതി ചിരിയോടെ ചോദിച്ചു അവൻ. വലത് കൈ ചൂണ്ടുവിരൽ കൊണ്ട് അവളെ നാസികത്തുമ്പിൽ പതി വരച്ചു അവൻ. വേണ്ട, കാര്യം രാത്രി ഞാൻ മറന്നുപോയെന്ന് നേരാ. അല്ലെങ്കിലും ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തില്ലല്ലോ. വെറുതെ വേണ്ടത്ത വയ്യവേലിയൊക്കെ എടുത്ത് തോളിൽ കയറുന്നത്. നമുക്ക് വേണ്ടത് കർത്താവ് തന്നിട്ടുണ്ട്. അറിയാത്ത പണിക്ക് പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൾ. നിനക്ക് എന്നെ അറിയാനാണ്. ആരും ഇതൊക്കെ വയറ്റിൽ നിന്നും പഠിച്ചുകൊണ്ട് വരുന്നതൊന്നുമല്ല. പിന്നെ ഐവാൻ ചെയ്യുന്നത് ചതിയല്ലയോ? നമ്മുടെ പെട്രോൾ പമ്പിന് കൃത്യമായ അകലം പാലിക്കാതെ പെട്രോൾ പമ്പ് തുടങ്ങി. അത് മുടക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. പിന്നെ നമുക്കുള്ളത് നമുക്ക് കിട്ടുമെന്ന് കരുതി ക്ഷമിച്ചു. അതും കഴിഞ്ഞ് എബിയുടെ റബ്ബർ യൂണിറ്റിലായി അടുത്ത മത്സരം. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകളെ മുഴുവനും കൂടുതൽ സാലറി ഓഫർ ചെയ്ത് അവിടേക്ക് നീക്കാൻ ശ്രമിച്ചു. കുറച്ച് പേർ അതിൽ വീണു. മാർക്കറ്റ് കോമ്പറ്റീഷൻ വേറെ ഭാഗം. നമ്മൾക്ക് ലാഭം കിട്ടുന്നിടത്തൊക്കെ നഷ്ടം മാത്രം. എല്ലാം അവൻ്റെ കളിയാണ്. നമ്മുടെ പോസ്റ്റിൽ കയറി അവൻ കളിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയോ? തിരിച്ചൊരു പണി കൊടുക്കണമെന്ന് എനിക്കും തോന്നി. പിന്നെ നീയും പറയും പോലെ എനിക്കറിയാൻ മേലാത്ത പണിയൊന്നുമല്ല ബാറ്. ആലോചിച്ചോട് ചോദിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ എറണാകുളത്തെ ബാർ ഇപ്പോൾ നല്ല നിലയിലാണ്. വേണ്ടത്ര അറിവുകൾ സമ്പാദിച്ചു തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെടാൻ തുനിയുന്നത്. ഇനിയും അവർ ചെയ്യുന്നതിനെതിരെ മിണ്ടാതിരുന്നാൽ ഇപ്പം കാണുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. പെട്രോൾ പമ്പ് മുക്കിനും മൂലയും തുടങ്ങുകയാണിപ്പോൾ. ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എതിരാളികളില്ലാതെ അവൻ ബാർ മുതലാളിയെ വിലസുകയല്ലേ. അടിക്കുമ്പോൾ പത്തിക്ക് തന്നെ അടിക്കണം. അതാണ് ഈ ആൽബിയുടെ ഒരിത്. വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ച് ദേഷ്യപ്പെടാതെ മക്കളെ എഴുന്നേൽപ്പിക്കാൻ നോക്ക്. പതിവില്ലാത്ത ഗൗരവത്തിൽ പറഞ്ഞിട്ട് ആൽബി അഴിഞ്ഞു തുടങ്ങി മുണ്ട് വാരി ചുറ്റി എഴുന്നേറ്റും വാഷ്റൂമിലേക്ക് കയറി. കുറച്ച് സമയം കൂടി സോഫി അങ്ങനെ തന്നെ കിടന്നു. ഇനിയും കിടന്നിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോഫി എഴുന്നേറ്റു. അപ്പോഴേക്കും ആൽബി പുറത്തേക്കിറങ്ങി. ബാത്റൂമിലേക്ക് നടന്നു പോകുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി ആൽബി. നേരെ പോയി വാതിൽ തുറന്നു. മുറ്റത്ത് കിടക്കുന്ന പത്രവും ഗേറ്റിലെ കവറിൽ വെച്ചിരിക്കുന്ന പാലും എടുത്ത് പത്രത്തിന്റെ മുൻ പേജ് നിവർത്തി സീറ്റോളിലേക്ക് കയറിയവൻ പത്രം സീറ്റോളിലെ ടീപ്പോയിൽ വെച്ചിട്ട് കിച്ചണിലേക്ക് നടന്നു. ചായ ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് കഴുകി വെള്ളം എടുത്തു. കവറിൽ നിന്നും പാല് അതിലേക്ക് ഒഴിച്ച സ്റ്റവിൽ വെച്ചു. ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു. മേരി ചേച്ചി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലീവിലാണ്. സോഫിക്ക് പോകാനുള്ളത് കൊണ്ട് രണ്ടുപേരും കൂടിയാണ് കാലത്തെ ജോലികൾ ചെയ്യുന്നത്. ഇപ്പോൾ ചായ ആൽബി ഉണ്ടാക്കി വെക്കും. അപ്പോഴേക്കും സോഫി കുളി കഴിഞ്ഞു വന്നിരുന്നു. തലേ ദിവസം വെച്ച് പാലപ്പത്തിന്റെ മാവ് പൊങ്ങിയത് നോക്കി സോഫി പാലപ്പം ഉണ്ടാക്കാനായി പാൻ എടുത്തു. ആൽബി ചായ പകർത്തി. ഒരു കപ്പിൽ അവൾക്കുള്ളതും അവനുള്ളതും എടുത്ത് മക്കൾക്കുള്ളതും മൂടി വെച്ചു. സോഫിക്കുള്ള ചായ അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി. ആൽബി സീറ്റൗട്ടിലേക്ക് നടന്നു. പത്രമെടുത്ത് നിവർത്തി. സോഫി തന്നെ ജോലികളിൽ മുഴുകി. പാലപ്പവും മുട്ടക്കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനോടൊപ്പം തന്നെ ചോറും കറിയും ഉണ്ടാക്കുന്ന ജോലിയും നടക്കുന്നുണ്ട്. ഇച്ചാ, മക്കളെന്ന് വിളിക്ക്, എൻ്റെ ജോലി കഴിഞ്ഞിട്ടില്ല. പാലപ്പവും മുട്ടക്കറിയും ടേബിളിൽ വെക്കിനിടയിൽ സോഫി സീറ്റൗട്ടിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. വായിച്ചിരുന്ന പേപ്പർ മടക്കി വെച്ച് എഴുന്നേറ്റ് ആൽബി മക്കളുടെ റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ മുഖത്ത് വാത്സല്യത്തിൻ്റെ പുഞ്ചിരി നിറഞ്ഞു നിന്നും. വലിയ ടെഡി ബെയർ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ഇവമോളുടെ കഴുത്തിൽ ഇടത് കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന മനുമോനും ആൽബി മക്കളുടെ അടുത്തേക്ക് ചെന്ന് കുനിഞ്ഞ് നെറ്റിയിലേക്ക് കിടക്കുന്ന മോളുടെ മുടി മാടി ഒതുക്കി വെച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. അതുപോലെ തന്നെ മനുമോൻ്റെയും. ഒന്ന് ചെരിഞ്ഞുകൊണ്ട് മനുമോൻ കണ്ണുകൾ തുറന്നു. ഗുഡ് മോർണിംഗ് അപ്പാ. ആൽബിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മോൻ. ഗുഡ് മോർണിംഗ് മോനെ. ദേ അമ്മ വരുമ്പോഴേക്കും എഴുന്നേൽക്ക്, ഫ്രഷായി വാ. സമയം 7:30 ആകുന്നു. മനുമോൻ്റെ മുടിയിൽ വിരൽ കോർത്ത് മസാജ് ചെയ്തുകൊണ്ട് പറഞ്ഞു ആൽബി.
ഞാനെപ്പോഴേ റെഡി. അപ്പം ഇവ മോളെ വിളിച്ചു. അവൾക്കാണ് എഴുന്നേൽക്കാൻ മടി. പറഞ്ഞുകൊണ്ട് മനുമോൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ആൽബി മോളുടെ അരികിൽ കിടന്നു. മോളെ, അപ്പയുടെ ചക്കരെ, സ്കൂളിൽ പോവണ്ടേ? എഴുന്നേൽക്ക് മോളെ. മോളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പതിയെ വിളിച്ചു ആൽബി. അപ്പേ, കുറച്ചു നേരം കൂടി. പറഞ്ഞുകൊണ്ട് ആൽബിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കാല് വയറിന് മേൽ കയറ്റി വെച്ച് കിടന്നു അവള്. ദേ, അമ്മ ഇപ്പം വരും കേട്ടോ. അമ്മ ദേഷ്യപ്പെടും. അമ്മയ്ക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ? അപ്പോഴേക്കും മക്കളെ റെഡിയാക്കി നല്ല കുട്ടിയായിരിക്കണ്ടേ? മേരി ആൻറ്റി വരുന്നില്ലല്ലോ ഇപ്പോൾ. ആൽബി മോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു. അത് ശരി, അപ്പനും മോളും കൂടെ ഇവിടെ സംസാരിച്ച് കിടക്കുകയാണല്ലേ? ഇവ മോളെ എഴുന്നേൽക്ക്. സോഫി കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. അമ്മ 5 മിനിറ്റ് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവൾ. ദേ പെണ്ണെ, കളിക്കല്ലേ? എഴുന്നേറ്റ് ബുക്സ് എല്ലാം എടുത്ത് വെക്ക്. കണ്ടോ, ചേട്ടായി എല്ലാം കൃത്യമായി ബാഗിലെടുത്ത് വെക്കും രാത്രി. നിനക്കെടുത്ത് വെച്ചാൽ എന്താ? എല്ലാത്തിനും അമ്മയുടെ കൈ തന്നെ എത്തണം അല്ലേ? മോളോട് ഓരോന്നും പറഞ്ഞുകൊണ്ട് ഷെൽഫിൽ നിന്നും 2 പേരുടെയും യൂണിഫോം എടുത്ത് ബെഡിൽ വെച്ചു അവൾ. തലേ ദിവസം തന്നെ ചെയ്ത് വൃത്തിയാക്കി വെക്കും 2 പേരുടെയും യൂണിഫോം. മോനോടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം കൃത്യമായി ചെയ്യും. മോൾ അങ്ങനെയല്ല, എല്ലാത്തിനും ഒപ്പം നിൽക്കണം. ഇച്ച, മതി കൊഞ്ചിച്ചത്. എഴുന്നേൽക്കാൻ പറ. കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചു. ഇല്ല, ഞാൻ എൻ്റെ പാട്ടിന് പോകും കേട്ടോ. പിന്നെ അപ്പനും മക്കളും കൂടി എന്താന്ന് വെച്ചാൽ ആയിക്കോ. ആൽബി ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് സോഫി പുറത്തേക്ക് പോയി. എന്നതാ അപ്പേ? അമ്മ വഴക്കിട്ട് പോയല്ലോ. അപ്പയും അമ്മയും പിണക്കത്തിലാണോ? ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു മനോട്ടൻ. അതൊന്നും ഇല്ലടോ വേ, അമ്മ ചെറിയ കലിപ്പിലാണ് എന്നത് ശരിയാ. അതൊക്കെ അപ്പം അതെ, ഇങ്ങനെ കെട്ടിപ്പിടിച്ച തീരാവുന്നതല്ലേ ഉള്ളൂ. ഇവ മോളെ കെട്ടിപ്പിടിച്ച നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ആൽബി. എന്നാ പിന്നെ അപ്പം പോയി അമ്മയുടെ പിണക്കം മാറ്റിയേച്ച് വാ, ഞാൻ കുളിച്ചിട്ട് വരാം. പറഞ്ഞുകൊണ്ട് മോൾ എഴുന്നേറ്റു. ആൽബി റൂമിലേക്ക് പോയി ടർക്കിയെടുത്ത് കഴുത്തിലിട്ടുകൊണ്ട് കുളിക്കാൻ കയറി. ആൽബി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുക്കള പണികളെല്ലാം തീർത്തിരുന്നു സോഫി. സോഫിക്ക് നേരത്തെ ഇറങ്ങണം. മക്കളെ കൊണ്ടുപോകാൻ സ്കൂൾ വാൻ വരും. ഇപ്പം മോൾക്ക് യൂണിഫോം ഇട്ട് കൊടുത്തുകൊണ്ട് കഴിക്കാൻ എടുത്തു വെച്ചു എല്ലാവർക്കും. കഴിച്ചു കഴിഞ്ഞാണ് സോഫി ഡ്രസ്സ് മാറുക. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം പഠിക്കും മക്കൾ. വാൻ വരുന്നത് വരെ അതാണ് പതിവ്. മക്കളുടെ ബാഗിൽ ലഞ്ച് ബോക്സും വെള്ള ബോട്ടിലും എടുത്തു വെച്ചുകൊണ്ട് സോഫി ഡ്രസ്സ് മാറാൻ അകത്തേക്ക് കയറി. അവൾക്ക് പിന്നാലെ ആൽബിയും. നിന്നെ കൊണ്ടുവിടണോ ഇന്ന്? ആൽബി ഫോണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, മക്കളെ കയറ്റി വിടണ്ടേ, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഇച്ച വഴക്കിനൊന്നും പോകരുത്. ലേലം കിട്ടിയില്ലെങ്കിൽ വേണ്ട, കിട്ടിയാലും ഇല്ലെങ്കിലും അയാൾ വഴക്കിന് വരും ഉറപ്പാണ്. എനിക്കും മക്കൾക്കും ഇച്ച മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം. കണ്ണുകൾ നിറച്ചുകൊണ്ട് സോഫി പറഞ്ഞപ്പോൾ ചങ്ക് പിടഞ്ഞു അവൻ്റെ. അവളുടെ കണ്ണെന്ന് നിറഞ്ഞാൽ പിടയുന്നത് തൻ്റെ ഹൃദയമാണെന്ന് അറിയാമായിരുന്നു അവനും. നീ ഇങ്ങനെ പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല. ഒരുങ്ങാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ഇന്ന് സ്കൂളിൽ പോയാലും എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല, വിളിക്കണം കേട്ടോ. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നവളെ 2 കൈകളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അവൻ. ഒന്നുമില്ല പെണേ, പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ. സാരി ഉടുത്ത് മുടി ചീക്കി കെട്ടി നെറ്റിൽ കുഞ്ഞു പൊട്ടും തൊട്ട് സോഫി ഒരുക്കം പൂർത്തിയാക്കി ഇറങ്ങി. മക്കൾക്ക് 2 പേർക്കും ഉമ്മ കൊടുത്ത് തിടുക്കത്തിൽ നടന്നു പോകുന്ന അവളെ നോക്കി നിന്നു ആൽബി. ഗേറ്റിലെത്തി സോഫിന്ന് തിരിഞ്ഞു നോക്കി. ആൽബി മക്കളും തന്നെ നോക്കി നിൽക്കുകയാണ്. ഗേറ്റ് തുറക്കുന്നതിന് മുൻപ് അവൾ അവരെ നോക്കി കൈ വീശി കാണിച്ചു. പുഞ്ചിരിയുടെ 3 പേരും അവൾക്ക് നേരെയും കൈ വീശി. ആൽബിയുടെ നേർക്ക് ഒന്നുകൂടി നോക്കി ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു അവൾ. കണ്ണിൽ നിന്നും മറയുന്നത് വരെ ആൽബി അവളെ നോക്കി നിന്നു. സോഫിയ ഭ്രമണം ചെയ്യുന്ന വണ്ടാണ് താന് തോന്നിയവന്. അവളെ വിട്ടുപിരിയുന്ന ഒരു നിമിഷവും തൻ്റെ ലോകം ശൂന്യമാകുന്നത് അറിഞ്ഞു അവൻ. എന്നതാപ്പേ ആലോചിക്കുന്നത്? ഇവമോൾ അകത്തേക്ക് കയറുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, അപ്പം വെറുതെ ഓരോന്നും ആലോചിച്ച് എന്നതാ. പറഞ്ഞുകൊണ്ട് ആൽബി തിരിഞ്ഞ മക്കളുടെ കൂടെ ഹാളിലേക്ക് നടന്നു. മനുമോൻ ഏത് ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. അമ്മ കേൾക്കണമെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. ഇവമോൾ മുഖത്ത് ഗൗരവം നിറച്ച മനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പറയില്ലെന്ന ഭാവത്തോടെ അവൻ അവളെ നോക്കി കണ്ണ് കാണിച്ചു. എന്നതാ മനു, ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ആൽബി സീരിയസ് ആയി മനുവിനെ നോക്കി. അത് പിന്നെ ഒന്നുമില്ലപ്പേ, ഇവമോൾ കുട്ടിയല്ലേ, അവൾക്ക് എന്നെ അറിയാനാണ്. മനു പഠിച്ചിരുന്ന ബുക്ക് ബാഗിലേക്ക് വെച്ച് തിടുക്കത്തിൽ എഴുന്നേൽക്കാൻ തുടങ്ങി. അവൻ തന്നോടെന്തോ മറിക്കുന്നുണ്ടെന്ന് ആൽബിക്ക് മനസ്സിലായി. മനു, എന്നതായാലും മോൻ പറ. ആൽബി എഴുന്നേറ്റ് മനുമോൻ്റെ അരികിലേക്ക് നടന്നു. അത് ഞാൻ പറയാം. ഇവമോൾ ഇടയിൽ കയറിക്കൊണ്ട് പറഞ്ഞു. ചേട്ടാ ഇന്നലെ വഴക്കുണ്ടാക്കി. ആ തടിയൻ നവീൻ ആർക്കലുമായി. അവൻ ചേട്ടയുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാണ്. വലിയ ജാടയാണ്, പോരാത്തിന് തടി മാടനും. ചേട്ടായിയെ ഒരു തള്ളു തള്ളിയവൻ. ചേട്ടായി ചുമരിലിടിച്ച് വീണു. ചേട്ടായി പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് അവൻ്റെ വയറിൽ ആഞ്ഞിടിച്ചു. വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ഓടിപ്പോയി. ഇവമോൾ കൈ ഉയർത്തി കൺമുന്നിൽ നടക്കുന്നത് പോലെ കാര്യം പറഞ്ഞു. ആൽബിയുടെ മുഖം ചുവന്നതും
കണ്ണുകൾ കുറുകുന്നതും കണ്ട് മോന് പേടി തോന്നി. ഐവാൻ അറക്കലിൻ്റെ കൊച്ചുമകനാണ് നവീൻ അറക്കൽ. ഐവാൻ്റെ മൂത്ത മോൻ നിക്സൺ അറക്കലിൻ്റെ മകനും മരുമോനും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7th Aയിൽ കഴിഞ്ഞ റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പോയപ്പോഴാണ് നിക്സനെയും അവൻ്റെ ഭാര്യയും കണ്ടത്. ആൽബി അവരെക്കുറിച്ച് ഓർത്തു. അപ്പേ ബാക്കി വന്നിട്ട് സംസാരിക്കാം, ദാ വാനെത്തി. മോൻ രക്ഷപ്പെട്ടതുപോലെ പറഞ്ഞിട്ട് ബാഗ് എടുത്ത് നിന്നും. ബാക്കി വന്നിട്ട് പറയാം, ചേട്ടായി പറഞ്ഞ് അമ്മ കേട്ട വിഷമിക്കുന്നു, അതാ ഞാൻ അപ്പയോട് പറഞ്ഞത്. ഇവ മോൾ ആൽബിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ആൽബി അവളെ പൊക്കിയെടുത്ത് ബാഗുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ആൽബിയാണ് വാനിൽ കൊണ്ട് ചെന്നാക്കുന്നതെങ്കിൽ എടുക്കണമെന്ന് നിർബന്ധമാണ് അവൾക്ക്. മറ്റു കുട്ടികൾക്ക് മുന്നിൽ ആളാവാനാണ്. അത് ആൽബിക്ക് നന്നായിട്ടറിയാം. മരുമോൻ അപ്പോഴേക്കും കയറിയിരുന്ന് കഴിഞ്ഞിരുന്നു. മോളെ കയറ്റി ടാറ്റ കൊടുത്തു ആൽബി. വാൻ മുന്നോട്ട് നീങ്ങി. ആൽബി ഗേറ്റ് അടിച്ച് അകത്തേക്ക് കയറി. കുറച്ച് സമയം കൂടി ഉണ്ട് ഇറങ്ങാൻ. അടുക്കള വാതിൽ അടച്ചിട്ടില്ലേ, ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ലേ എന്നൊന്നുകൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് ഡ്രസ്സ് മാറാൻ കയറി ആൽബി. അയൺ ടേബിളിൽ സോഫ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുണ്ടും ജുബയും, വെള്ള ജുബയും വെള്ളയിൽ കറുപ്പ് കര മുണ്ടും. ജുബയും മുണ്ടും എടുത്തിട്ടു അവൻ. കയ്യിൽ റോളക്സ് വാച്ച് കെട്ടി. വലത് കയ്യിൽ കൊന്തയിൽ തീർത്ത കുരിശു രൂപമുണ്ട്. കഴുത്തിൽ സ്വർണ്ണ കൊന്തയും. കണ്ണാടിയിൽ നോക്കി മുടിയും താടിയും ചീകി സെറ്റാക്കിയവൻ. ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് ആൽബി ഹാളിലേക്ക് വന്നു. ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് ടിജിയാണ് വിളിക്കുന്നത്. ഞാൻ ഇറങ്ങി, ഇപ്പം വരാം, ഓഫീസിൽ കയറിയിട്ട് വേണം പോകാൻ. ഫോൺ എടുത്തതും ആൽബി പറഞ്ഞു. കട്ടാക്കി ജുബയുടെ പോക്കറ്റിലിട്ടു. ബെഡ്റൂമിൻ്റെ ലൈറ്റ് ഓഫാക്കി വാതിലടച്ച് ലോക്കാക്കി. ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്ത് വീടിൻ്റെ കീയും വാതിൽ ലോക്കാക്കി കീ സ്ഥിരം വയ്ക്കുന്ന സ്ഥലത്ത് വെച്ചു. ഷൂ സ്റ്റാൻഡിലിരുന്ന് തൻ്റെ ഓപ്പൺ ഷൂ എടുത്തിട്ടു. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി വണ്ടി നിർത്തി തിരികെ വന്ന ഗേറ്റ് അടച്ചു. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. ഓഫീസിലെത്തിയവൻ അത്യാവശ്യം ഫയൽ ചെക്ക് ചെയ്തു. പെട്രോൾ പമ്പിൽ ലോഡ് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അന്ന്. എന്നാലും ലേലത്തിന് പോകാതിരിക്കാൻ കഴിയില്ലെന്ന് ടീച്ചയോട് ആവർത്തിച്ചു പറഞ്ഞു ആൽബി. ഇന്നലെ എബിച്ചൻ വിളിച്ചിരുന്നു എന്നെ. എന്നാത്തിനാണ് ഇപ്പോൾ ബാർ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. ആവശ്യത്തിന് ഭാരം തലയിലുണ്ടല്ലെന്നാണ് ചോദ്യം. ടീച്ചർ ചോദിച്ച് ഇഷ്ടപ്പെടാത്തതുപോലെ ആൽബി അവനെ സൂക്ഷിച്ചു നോക്കി. ഞാനല്ല ചോദിച്ചത് കേട്ടോ. ആൽബിയുടെ നോട്ടത്തിൽ നിന്ന് കാര്യം മനസ്സിലായി ടീച്ചോയ്ക്ക്. എബി അല്ല ആൽബി, അടിച്ചാൽ തിരിച്ചടിക്കാം, 1ന് 10 ഐവാൻ പെട്രോൾ പമ്പ് മുക്കിന് തുടങ്ങിയപ്പോൾ എബി എന്നോടാണ് പറഞ്ഞത് കച്ചവടം മോശമാണ് ഇപ്പോഴെന്ന്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. 2 വണ്ടി നമ്മുടെ പമ്പിൽ കയറുമ്പോൾ ഒരു വണ്ടിയിലും അവിടെ പമ്പിൽ കയറാതിരിക്കില്ലല്ലോ. അതൊക്കെ ബിസിനസ്സിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. മത്സരിക്കാൻ ആളുകളൊപ്പം ഉണ്ടാകും. അവരെ നിലനിർത്തി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ആവശ്യം. ഐവാന് പമ്പ് തുടങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ചെത്തിമരത്തിൽ ആൽബിക്ക് ബാർ മുതലാളി ആയിക്കൂടാ? ആൽബിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലായിരുന്നു ടീച്ചോയ്ക്ക്. എബിച്ചൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു, അത്രയുള്ളൂ. ടീച്ചോ കൈ മലർത്തി. നീ ഞാൻ പറയുന്ന കേട്ടാൽ മതി. നിനക്ക് ശമ്പളം തന്നത് എബിയല്ല, ഞാനാണ്. പറഞ്ഞിട്ട് ലോക്കർ തുറന്ന് ക്യാഷ് അടങ്ങിയ പെട്ടിയെടുത്തു ആൽബി. കുറെ ക്യാഷ് കൊണ്ടുപോകേണ്ടതല്ലേ, കാർ എടുക്കാമായിരുന്നു. ടീച്ചർ സംശയം ചോദിച്ചു. എനിക്കെൻ്റെ പടക്കുതിര മതി. അവനുമായി പുറത്തേക്ക് പോകുമ്പോൾ ഒരു പോരാളിയുടെ മനസ്സാണ്. അതാണ് എനിക്കിപ്പോൾ ആവശ്യം വേണ്ടത്. പ്രസംഗിച്ച് നിൽക്കാതെ ഇറങ്ങാൻ നോക്ക്. ആൽബി പെട്ടി അവനെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. പിന്നെയൊന്നും സംസാരിച്ചില്ല അവർ. നേരെ കോട്ടയത്തേക്ക് പുറപ്പെട്ടു 2 പേരും. യാത്രയിൽ ആൽബിയുടെ ഫോൺ അടിച്ചു. ഫോൺ എടുത്ത് കാതോട് ചേർത്തു അവൻ. അപ്പുറത്തുനിന്നും എന്താണ് പറയുന്നതെന്ന് ടീച്ചർക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആൽബി പറയുന്നത് മാത്രം കേട്ടു അവൻ. ലേലത്തിന് കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തും. ഹൈവാനും ചാണ്ടിയും മക്കളും എല്ലാം നേരത്തെ ഹാജരായിട്ടുണ്ടാകുമല്ലേ? കുറച്ചു നേരം ഇരിക്കട്ടെ. ഹൈവാനും ചാണ്ടിയും മക്കളും മാത്രമല്ല, ഈ തവണ ലേലത്തിനെന്ന് ഈ ആൽബി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരെ അടക്കി ഭരിച്ച സ്ഥാനമൊന്നും വിട്ടൊഴിഞ്ഞു തരട്ടെ അവർ. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. വല്ലാത്തൊരു ആത്മധൈര്യത്തോടെയാണ് ആൽബി അത് പറഞ്ഞത്. ആൽബി രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലായി ടീച്ചോയ്ക്ക്. അവനും മനസ്സുകൊണ്ട് ഒരുങ്ങി ആൽബിയുടെ കൂടെ നിൽക്കാൻ. വണ്ടി പാഞ്ഞു പോയി നിരത്തിലൂടെ. 10 മണിക്ക് ലേലം തുടങ്ങാനുള്ള അനൗൺസ്മെന്റ് കിട്ടി. അവിടെ ഇവിടെയായി കൂട്ടം കൂടി നിൽക്കുന്നവരെല്ലാം ലേല ഹാളിലേക്ക് കയറി. ലേലം ഉറപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. ലേലം തുടങ്ങാം. ഔപചാരികമായി ലേലം ആരംഭിച്ചു. അങ്ങനെ തുടങ്ങിയാലോ? ഇനിയും ഉണ്ടല്ലോ. ഞാനിരുന്നില്ല കേട്ടോ. വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് പിണങ്ങി. അതാണ് കുറച്ച് ലേറ്റ് ആയത്. എന്തായാലും കൃത്യസമയത്ത് എത്തിയല്ലോ. മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരയിലിരിക്കുന്ന വമ്പൻ മുതലാളികളെ നോക്കി ഒന്നാക്കി ചിരിച്ചിട്ട് ആരോ ഒഴിഞ്ഞുകൊടുത്ത കസാരയിൽ ആൽബിയിരുന്നു. ഈ ചെറുക്കനെന്നാ ഇവിടെ? ചാണ്ടി തൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന മകനോടായി ചോദിച്ചു. ലേലത്തിന് വന്നതായിരിക്കും. ചെറുക്കൻ കുറച്ച് പാടുപെടും. അപ്പൻ്റെ കാതിൽ പറഞ്ഞ് ചാണ്ടിയുടെ മകൻ കോശി. ഇരുഭാഗവുമായി ഇട്ടിരിക്കുന്ന കസേരകൾ എതിർവശത്ത് ആദ്യത്തെ കസേരയിലിരുന്ന് ഐവാൻ ആൽബി നോക്കി.
ഗോൾഡ് ഫ്രെയിമുള്ള കണ്ണടിയും സ്വർണ്ണ കളർ ജുബയും കഴുത്തിൽ വീതിയുള്ള സ്വർണ്ണമാലയും വിരലുകളിൽ കുറെ മോതിരങ്ങളും ഇട്ട് മുതലാളിയെ ചമഞ്ഞിരിക്കുന്ന ഐവൻ ആൽബി തന്റെ സീറ്റിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് മറുവശത്തിരിക്കുന്ന മുതലാളിമാരെ നോക്കി. ഐവാനും മകൻ നിക്സനും ചാണ്ടിയും മകൻ കോശിയും പോരാത്തതിന് ഭരതൻ മുതലാളിയും മക്കൾ സതീശനും രമേശനും കുത്തക മുതലാളികൾ എല്ലാം ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എതിരാളികളില്ലാതെ ബാറുകൾ അടങ്ങി ഭരിക്കുന്ന വമ്പൻ സ്രാവുകൾ. ഭരതൻ മുതലാളി ചുവന്ന കണ്ണുകൾ ഒന്നുകൂടി കുറുകി. ഇനി ആരെങ്കിലും ലേലത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറിയിരിക്കണം. മൈക്കിലൂടെ അനൗൺസ്മെന്റ് കൊടുത്തു. വീണ്ടും വന്നവന്മാർ തന്നെ അധികമാണ്. ഇനി ആരെയും ക്ഷണിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. അനൗൺസ്മെന്റ് കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഭരതൻ മുതലാളി പറഞ്ഞു. ലേലം തുടങ്ങി. വാശിയുടെ 3 മുതലാളിമാരും ലേലം വിളിക്കുന്നത് അലക്ഷ്യമായി കേട്ടിരുന്നു ആൽബി. വലത് കാൽമുട്ടിന് മുകളിൽ ഇടതുകാൽ കയറ്റി വെച്ച് ഇരു കൈകളും തലയ്ക്ക് പിന്നിൽ കോർത്തു വെച്ച് ലേലത്തിന് വന്നതല്ല എന്ന മട്ടിലാണ് അവന്റെ ഇരിപ്പ്. 1 കോടി. ഐവാൻ ഭരതനെയും ചാണ്ടിയും ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് വിളിച്ചു. ചാണ്ടിയും ഭരതനും ഒന്നും പരസ്പരം നോക്കിക്കൊണ്ട് ഭരതൻ വിളിച്ചു. 1 കോടി 25 ലക്ഷം. വാശിയുടെ ചാണ്ടിയും വിളിച്ചു. 1 കോടി 35 ലക്ഷം. ലേലം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ആൽബിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഫോൺ എടുക്കാൻ പാടില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് മെസ്സേജ് വന്നത്. ഓടിച്ചു നോക്കി ആൽബി. 4 കോടിയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒന്ന് കയറ്റി പിടിക്കേണ്ട അച്ചായോ, ഇല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടം വരത്തില്ലയോ പറഞ്ഞുകൊണ്ട് 2 കോടി വിളിച്ചു ആൽബി. ഐവാനും ചാണ്ടിയും ഭരതനും ദഹിപ്പിക്കുന്ന തരത്തിൽ അവനെ ഒന്ന് നോക്കി. ചുമ്മാ അങ്ങ് കയറ്റി കളിക്കാൻ, ഇത് നിന്റെ തോട്ടത്തിലെ കുരുമുളക് പെറുക്കലല്ല. ഐവാൻ ദേഷ്യത്തിൽ ആൽബിയെ നോക്കി പറഞ്ഞു. തോട്ടത്തിലെ കുരുമുളകും ഏലവും ഒന്നും പെറുക്കിയിട്ട് ഇന്നത്തെ കാലത്ത് ഒരു ഗുണവുമില്ല അച്ചായോ. അതുകൊണ്ടാണ് ഇനി കുറച്ച് വെള്ളത്തിലുള്ള കളിയാകാമെന്ന് കരുതിയത്. എന്നായാലും മുക്കിന് പെട്രോൾ പമ്പുകളും വന്നപ്പോൾ കച്ചവടം മോശമാണ്. എന്നാൽ പിന്നെ കളി മാറ്റി കളിക്കാമെന്ന് വിചാരിച്ചു. എന്നും കുരുമുളകും ഏലവും പെറുക്കിയിരുന്നാൽ ശരിയാവില്ലല്ലോ. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു. മക്കളെ, ഇതിൻ്റെ കളിക്കോശന് അറിയത്തില്ല. അതാണ് ഇങ്ങനെ കൂട്ടി വിളിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന കുറച്ച് പേർ ഞങ്ങളുണ്ട് ഇവിടെ. ധൈര്യത്തിൽ പോയി കളിച്ചാൽ മതി. നീ വെറുതെ അറിയാത്ത പണിക്ക് ഇന്ന് ചൊറിയാൻ നിൽക്കണ്ട. വളരെ ഗൗരവത്തിൽ പറഞ്ഞു ഭരതനും. ചൊറിയുമെങ്കിൽ നന്നായി മാന്താനും എനിക്കറിയാം. അതുകൊണ്ട് അത് വിട്. അപ്പോൾ എങ്ങനെയാ, 2 കോടി ഉറപ്പിക്കാമോ? ആൽബി ഉദ്യോഗസ്ഥന്മാരെ നോക്കി ചോദിച്ചു. ലേലം മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ലേലം കഴിഞ്ഞ് പുറത്ത് കടന്നതിന് ശേഷം 2 കോടി. ആൽബി ചെത്തിമാറ്റം. 1 തരം. 2 കോടി 50 ലക്ഷം. ചാണ്ടി വിളിച്ചു. 2 കോടി 75 ലക്ഷം. ഐവാനും വാശിയോടെ വിളിച്ചു. 3 കോടി. ഭരതൻ വിളിച്ചപ്പോൾ ചാണ്ടിയും ഐവാനും പരസ്പരം നോക്കി. 3 കോടി 25 ലക്ഷം. ആൽബി വിളിച്ചു. എടാ, വെറുതെ കയറ്റി കളിക്കരുത്. ചാണ്ടി ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ വിട്ടു. ഇടയ്ക്കുള്ള ബഡ്ജറ്റ് മാത്രമേ എനിക്കുള്ളൂ. ആൽബി വിട്ടുവെന്നറിഞ്ഞപ്പോൾ സന്തോഷമായി അവർക്ക്. 3 കോടി 50 ലക്ഷം. ഐവാൻ വിളിച്ചു. ചാണ്ടിയും ഭരതനും എഴുന്നേറ്റു. ഇനി കൂട്ടി വിളിക്കുന്നുണ്ടെങ്കിലാവാം. ഇപ്പം വേണം പോസ്റ്റ് നോക്കാൻ തുടങ്ങിയ പിന്നെ ഒക്കില്ല. ഇതിനേക്കാൾ കൂടുതലാണ് ലേലസംഖ്യയെങ്കിൽ അത് ഉറപ്പിക്കും. കൊണ്ടുവരൂ, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതിലും കൂടുതലൊന്നും ആരും എത്തത്തില്ല. ആത്മവിശ്വാസത്തോടെ മകനെ നോക്കി പറഞ്ഞു ഐവൻ. 5 പോസ്റ്റാണുള്ളത്. ഓരോന്ന് നോക്കാം പറഞ്ഞിട്ട് ഓരോന്ന് പൊട്ടിക്കാൻ തുടങ്ങി. അജോയ് നെല്ലിക്കടൻ 3 കോടി 60 ലക്ഷം. അജിൻ നെല്ലിക്കടൻ 3 കോടി 65 ലക്ഷം. ജിനിൽ നെല്ലിക്കടൻ 3 കോടി 70 ലക്ഷം. ബിനു നെല്ലിക്കടൻ 3 കോടി 75 ലക്ഷം. ഐവാനും ഭരതനും ചാണ്ടിയും വിയർക്കുന്നത് കണ്ട് പുഞ്ചിരോടെ ഇരുന്നു ആൽബി. ടീജോയും അമ്പരപ്പിൽ തന്നെയായിരുന്നു. അവൻ പ്രതീക്ഷനേക്കാൾ ആൽബിയുടെ ബുദ്ധി അപാരമായിരുന്നു. അവസാനമായി ഒന്നുകൂടിയുണ്ട്, അതുകൂടി നോക്കാം. ഉദ്യോഗസ്ഥന്മാരും ഉത്സാഹത്തിലായിരുന്നു. ലാസ്റ്റ് പോസ്റ്റ് മിസ്റ്റർ അലോഷി നെല്ലിക്കടൻ 4 കോടി. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചു ഐവൻ. നെല്ലിക്കടൻ നിന്റെ ഒപ്പം കൂടി പൊട്ടം കളിക്കുകയായിരുന്നു അല്ലേ? ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു ഐവൻ. ലേലം ഉറപ്പിക്കുന്നു. അലോഷി നെല്ലിക്കടൻ 4 കോടി. 1 തരം, 2 തരം, 3 തരം. എല്ലാവരും കൈയടിച്ച് ലേലം ഉറപ്പിച്ചു. ഈ സമയം ലേല ഹാളിന് മുന്നിൽ വെളുത്ത പെൻസ് വന്ന് ബ്രേക്കിട്ട് നിന്നു. കസവ് കരയുള്ള മുണ്ടും ക്രീം നിറമുള്ള കുർത്തിയും ധരിച്ചിറങ്ങി അലോഷി നെല്ലിക്കടൻ. കറുത്ത റെബാൻ ഗ്ലാസ് വെച്ച് കഴുത്തിൽ സ്വർണ്ണക്കുറിശി കൊന്തയും ഇടത് കൈയിൽ വില കൂടിയ റോളക്സ് വാച്ചിൽ സമയമൊന്ന് നോക്കിക്കൊണ്ട് കാറിൻ്റെ ഡോർ അടച്ച് കറുത്ത ഓപ്പൺ ഷൂ ഇട്ട് വലത് കാൽ തെല്ലും ഉറപ്പിച്ച് മുണ്ടിൻ്റെ അറ്റം വലത് കൈ കൊണ്ട് പിടിച്ച് പടിക്കൽ കയറുന്ന അവനെ ആരാധനയോടെ നോക്കിയെന്നു ചില ചെറുപ്പക്കാർ. നെല്ലിക്കടന്മാർക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പ്രത്യേകം അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അച്ചായോ, പിന്നെ എന്നാത്തിനാണ് ഈ കലിപ്പ്?
ആൽബി എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ചോദിച്ചു. കൂടുതൽ അങ്ങ് ഉണ്ടാക്കല കേട്ടോ. ഈ കളിക്ക് ഒരുപാട് കളിച്ചാണ് ഞങ്ങളും ഇറങ്ങി പുറപ്പെട്ടത്. പിന്നെ ഈ തവണത്തേക്ക് നീ ഇന്ന് ജയിച്ചു. തുടക്കലേ ഈ കളിയിൽ നിന്നെ തോൽപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. ഭരതൻ ആൽബിയുടെ ജുബയുടെ കോടറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഇങ്ങ് കളിച്ചാലോ? കുറച്ചു കാലം നിങ്ങളൊക്കെ കളത്തിലിറങ്ങി കളിച്ചതല്ലേ. ഇനി കുറച്ച് ഗ്യാലറി ഇരുന്ന് കളി കാണും. ഒരുവിധം മൂത്ത് നരച്ചല്ലോ. ഇനി ഞങ്ങൾ ചെറുപ്പക്കാർ നോക്കട്ടെ. ശക്തിയുടെ ഭരതന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ആൽബി. എന്നതാ ആൽബിച്ച? തലമൂത്ത കാരണന്മാർ രണ്ടും കൽപ്പിച്ചാണല്ലോ. പറഞ്ഞുകൊണ്ട് അലോഷി ആൽബിയുടെ അടുത്തേക്ക് വന്ന് അവന് മുന്നിൽ നിൽക്കുന്ന 3 പേരെയും നോക്കി. ഇവരുടെയൊക്കെ വിചാരം ഇവർക്ക് മാത്രമാണ് ഈ ലേലം പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ്. എന്നാൽ അങ്ങ് മാറ്റി കൊടുക്കണമെന്ന് കരുതി ഒരുങ്ങി പുറപ്പെട്ടു തന്നെയാണ് വന്നത്. ആൽബി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ വെച്ച് സീൻ വേണ്ട, നമുക്ക് പോകാം. നിന്നെ പിന്നെ കണ്ടോളാം. ചേച്ചിന്ന് കരുതണ്ട നീയും ഇവനും. രമേശൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി പുറത്തേക്കിറങ്ങി. പിന്നാലെ ആൽബിയും അലോഷിയും ഒന്ന് ഇരുത്തി നോക്കിയിട്ട് മറ്റുള്ളവരും. അവരെ അവിടെ വഴുക്കി വിട്ടേക്ക്. ആൽബിച്ചൻ വാ, നമുക്ക് ബാക്കി സംസാരിക്കാം. പറഞ്ഞുകൊണ്ട് ആൽബിയുടെ തൊഴിൽ കൈയിട്ടുണ്ട് ലേല ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് നടന്നു അലോഷിയും ആൽബിയും.